അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 7-ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാബിഉ, പാഠം 7, അൽ ഹുറൂഫുൽ ഖമരിയ. അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളുണ്ട്? 28 അക്ഷരങ്ങൾ. അതിൽ 14 അക്ഷരങ്ങളെ ഹുറൂഫുൽ ഖമരിയ എന്നും 14 അക്ഷരങ്ങളെ ഹുറൂഫു ഷംസിയ എന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അറബി അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28 അക്ഷരങ്ങളുണ്ട്. അതിൽ 14 എണ്ണത്തിനെ നമ്മൾ ഹുറൂഫുൽ ഖമരിയ എന്നും അടുത്ത 14 എണ്ണത്തിനെ നമ്മൾ ഹുറൂഫു ഷംസിയ എന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹുറൂഫുൽ ഖമരിയയിൽ വേർതിരിച്ചിരിക്കുന്ന അക്ഷരങ്ങളെയും അത് വെച്ച് വരുന്ന വാക്കുകളെയും ഒക്കെ പരിചയപ്പെടാം. അൽ ഹുറൂഫുൽ ഖമരിയ എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രാക്ഷരങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അൽ ഹുറൂഫു ഷംസിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൂര്യാക്ഷരങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ചന്ദ്രാക്ഷരങ്ങൾ ആദ്യമേ പരിചയപ്പെടാം. ചന്ദ്രാക്ഷരങ്ങളിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങളാണ് അലിഫ്, ബാ, ജീമ്, ഹാ, ഖ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, മീമ്, ഹ, വാവ്, യാ. ഇത്രയുമാണ് നമ്മുടെ ചന്ദ്രാക്ഷരങ്ങളിൽ ഉൾപ്പെടുന്നത്. അതിൽ അൽ ഹുറൂഫുൽ ഖമരിയ. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു അറിയപ്പെടാത്ത വാക്കിനെ അറിയപ്പെടുന്നതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അൽ അഥവാ അലിഫ്ലാം എന്ന അക്ഷരം ചേർക്കും. അത് ചേർക്കുമ്പോൾ നമുക്ക് ഈ സൂര്യാക്ഷരങ്ങളും ചന്ദ്രാക്ഷരങ്ങളും കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അലിഫ് എന്ന അക്ഷരം വെച്ചിട്ട് അവ്വലുൻ എന്ന വാക്ക്, ആ വാക്കിനൊപ്പം അൽ ചേർക്കുമ്പോൾ ഈ അവ്വലുൻ എന്നതിനെ നമ്മൾ അൽ ചേർത്ത് എഴുതുമ്പോൾ അൽ പ്ലസ് ആ. ഇതിൽ ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ നോക്കുന്നത്. അലിഫ് ആദ്യത്തിൽ അലിഫ് വന്നു, ബ ആദ്യത്തിൽ ബ വന്നു, ജീമ് ആദ്യത്തിൽ ജീമ് വന്നു. അങ്ങനെ ആദ്യം വരുന്ന അക്ഷരം, അതായത് അലിഫ് വെച്ചിട്ട് അവ്വലുൻ, അതിനോടൊപ്പം നമ്മൾ അൽ ചേർക്കുകയാണ്. അലിഫ്ലാം അഥവാ അൽ ചേർക്കുമ്പോൾ അൽ പ്ലസ് ഇതിൻ്റെ ആദ്യത്തെ അലിഫ് ആ, അൽ പ്ലസ് ആ. അപ്പോൾ നമ്മൾ ഈ ലാമിനെ സൈലൻ്റ് ആക്കില്ല, ആ സുക്കൂൻ കൊടുത്തുകൊണ്ട് തന്നെ ഉച്ചരിക്കും. മനസ്സിലായ? അലിഫ് ലാമിനോടൊപ്പം ഖമരിയായ അക്ഷരം ചേർന്ന് വരുമ്പോൾ നമ്മൾ ലാമിനെ സൈലൻ്റ് ആക്കാതെ സുക്കൂൻ കൊടുത്ത് തന്നെ ഉച്ചരിക്കും. നോക്കിയേ, അൽ ചേർക്കാതെ അവ്വലുൻ എന്ന് വായിക്കും. അൽ ചേർന്ന് കഴിയുമ്പോൾ എന്ത് വായിക്കും? അൽ അവ്വലു എന്നാകും. അപ്പോൾ വേറൊരു വ്യത്യാസം കൂടി വന്നു. എന്താ വ്യത്യാസം? ഇവിടെ നമ്മൾ അവ്വലുൻ എന്നാണ് വായിച്ചത്, പക്ഷേ ഇവിടെ ആ അൽ അവ്വലു എന്നായി. ആ നമ്മ തൻവീൻ എടുത്ത് കളഞ്ഞു. എന്തുകൊണ്ടാണ് കളഞ്ഞത്? അറിയപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മൾ തൻവീൻ ചേർത്ത് പറയുന്നത്. അതിനെ അറിയപ്പെടുന്നതാക്കി മാറ്റാൻ വേണ്ടിയാണ് അലിഫ്ലാം ചേർത്തത്. അങ്ങനെ അലിഫ്ലാം ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ആ തൻവീനിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ടാണ് തൻവീൻ മാറ്റി ലമ്മ മാത്രമാക്കിയത്. മനസ്സിലായോ? അറിയപ്പെടാത്തൊരു വാക്കിനെ അറിയപ്പെടുന്നതാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അലിഫ്ലാം ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഖമരിയായ അക്ഷരമാണ് അലിഫ്ലാമിന് ശേഷം വരുന്നതെങ്കിൽ നമ്മൾ ലാമിൻ്റെ സുക്കൂൻ വെളിവാക്കി തന്നെ ഉച്ചരിക്കും. അതുപോലെ അവസാനം വരുന്ന തൻവീനെ എടുത്ത് മാറ്റിയിട്ട് ഏത് ചിഹ്നമായിരുന്നോ, ഏത് തൻവീനായിരുന്നോ അതിൻ്റെ ഒറ്റയാക്കി നമ്മൾ ഉപയോഗിക്കും. ഇവിടെ ഇപ്പം ലമ്മ തൻവീനായിരുന്നതുകൊണ്ട് ഇവിടെ ലമ്മ മാത്രമായി. മനസ്സിലായോ? ഇനിയിപ്പോൾ അടുത്ത അക്ഷരം നോക്കിയേ, ബാത്വിനുൻ എന്നാണ് വേർഡ്. ഇതിൻ്റെ കൂടെ അലിഫ്ലാം ചേരുമ്പോൾ എങ്ങനെ വരും? അൽ ബാത്വിനു. കണ്ടോ? അൽ ബാത്വിനു. എല്ലാ ചിഹ്നങ്ങളും ചേർത്ത് വായിക്കുന്നുണ്ട്, എല്ലാ അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്തത് ജീമ്, ജബ്ബാറുൻ. അലിഫ്ലാം ചേർന്ന് വരുമ്പോൾ അൽ ജബ്ബാറു. ലാമിനെ വെളിവാക്കി തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അടുത്തത് ഹഫീലുൻ, അൽ ഹഫീലു. ഖാലിഖുൻ, അൽ ഖാലിഖു. ഐന് അലീമുൻ, അൽ അലീമു. ഗൈന് ഗഫൂറുൻ, അൽ ഗഫൂറു. അടുത്തത് ഫത്താഹുൻ, അൽ ഫത്താഹു. ഖഫ് ഖഹാറുൻ, അൽ ഖഹാറു. കഫ് കരീമുൻ,
അൽ കരീമു. മീം മുഖ്തദിറുൻ അൽ മുഖ്തദിറു. ഹ ഹാദി അൽ ഹാദി. വാവ് വിത്റുൻ അൽ വിത്റു. യഖീനുൻ അൽ യഖീനു. അപ്പോൾ മനസ്സിലായല്ലോ, അറിയപ്പെടാത്തൊരു വാക്കിനെ അറിയപ്പെടുന്നൊരു വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലിഫ്ലാം ചേർക്കുന്നത്. അതിൽ തന്നെ അലിഫ്ലാമിനോടൊപ്പം വരുന്നത് ചന്ദ്രാക്ഷരങ്ങളിൽ ഒന്നാണ്, അഥവാ ഖമരിയായ അക്ഷരങ്ങളിൽ ഒന്നാണ് എങ്കിൽ എന്ത് ചെയ്യും? ലാമിനെ നമ്മൾ സുക്കൂൻ വെളിവാക്കി തന്നെ ഉച്ചരിക്കും. അതുപോലെ തന്നെ അവസാനത്തിൽ വരുന്ന തൻവീനിനെ എടുത്തു മാറ്റുകയും ചെയ്യും. അതിപ്പോൾ അവസാനത്തിൽ വരുന്ന തൻവീൻ ശംസിയായതാണെങ്കിലും ഖമരിയായതാണെങ്കിലും മാറ്റപ്പെടും. മനസ്സിലായോ? അൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തൻവീൻ ഉപയോഗിക്കില്ല. ഇനി നമ്മൾ ശംസിയായ അക്ഷരങ്ങളും കൂടി ആ പാഠവും കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളുണ്ടെന്നും അതിൽ 14 അക്ഷരത്തിനെ ഹുറൂഫുൽ ഖമരിയ എന്നും ബാക്കി 14നെ നമ്മൾ ഹുറൂഫുൽ ഷംസിയ എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം അലിഫ്ലാം ചേർന്ന് വരുമ്പോൾ വരുന്ന നിയമങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്? അലിഫ്ലാമിന് ശേഷം ഖമരിയായ അക്ഷരങ്ങളിലൊന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ലാമിൻ്റെ സുക്കൂനിനെ സുക്കൂനാക്കി വെളിവാക്കി തന്നെ ഉച്ചരിക്കും. എന്നാൽ നമ്മൾ ഷംസിയായ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ആ പാഠഭാഗം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കാം. അദ്ദർസുസാമിനു പാഠം 8 അൽ ഹുറൂഫു ഷംസിയ. സൂര്യാക്ഷരങ്ങൾ. സൂര്യാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? താ, സാ, ദാല്, റാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാ, ലാ, ലാമ്, നൂന്. ഇത്രയുമാണ് സൂര്യാക്ഷരങ്ങൾ വരുന്നത്. ഇനി എന്താണ് ഈ സൂര്യാക്ഷരങ്ങളുടെ പ്രത്യേകത? ചന്ദ്രാക്ഷരങ്ങൾക്കൊപ്പം അലിഫ്ലാം വന്നപ്പോൾ ലാമിന് സുക്കൂൻ വെളിവാക്കി ഉച്ചരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൂര്യാക്ഷരങ്ങളോടൊപ്പം ആണ് അലിഫ്ലാം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലാമിനെ സൈലൻ്റ് ആക്കിയാണ് ചെയ്യുന്നത്. ലാമിൻ്റെ സുക്കൂനെ എടുത്ത് മാറ്റിയിട്ട് പകരം സൂര്യാക്ഷരങ്ങൾക്ക് നമ്മൾ ഷെദ് കൊടുത്ത് ഉച്ചരിക്കും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. താ എന്ന അക്ഷരം വെച്ച് തവ്വാബുൻ എന്ന വേർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ അലിഫ്ലാം ചേർക്കുമ്പോൾ, അതായത് അൽ പ്ലസ് താ വരുമ്പോൾ നമ്മൾ അൽത്ത എന്നല്ല വായിക്കുന്നത്, പകരം എന്താ വായിക്കുന്ന? അത്ത. മനസ്സിലായോ? ആ ലാമിൻ്റെ സുക്കുനെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അക്ഷരത്തിന് നമ്മൾ എന്ത് കൊടുത്തു? ഷെദ് കൊടുത്തു അല്ലേ? അപ്പോൾ വാക്ക് എങ്ങനെ വായിക്കും? അത്തവ്വാബു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തൻവീൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ലമ്മ് തൻവീൻ ആയിരുന്നതുകൊണ്ട് ഇവിടെ ലമ്മ് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? അത്തവ്വാബു. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്? ലാമിൻ്റെ സുക്കൂനെ എടുത്ത് കളഞ്ഞു, താഇന് ഷെദ്ദും കൊടുത്തു. അപ്പോൾ അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ സൂര്യാക്ഷരങ്ങളോടൊപ്പം അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാമിൻ്റെ സുക്കൂനെ മാറ്റിക്കൊണ്ട് അക്ഷരത്തിന് ഷെദ് കൊടുത്ത് ഉച്ചരിക്കും. ഇപ്പോൾ മനസ്സിലായോ? ചന്ദ്രാക്ഷരങ്ങളുടെ കൂടെ അലിഫ്ലാം വന്നപ്പോൾ നമ്മൾ ലാമിൻ്റെ സുക്കൂനെ വെളിവാക്കി ഉച്ചരിച്ചു. എന്നാൽ സൂര്യാക്ഷരങ്ങളോട് അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാമിൻ്റെ സുക്കൂനെ മാറ്റി അക്ഷരത്തിന് ഷെദ് കൊടുത്ത് ഉച്ചരിക്കും. ബാക്കി വാക്കുകൾ നോക്കിയാലോ. സാബിത്തുൻ, അസാബിത്തു. ദാല് ദലീലുൻ, അദ്ദലീലു. ലാല് ലാക്കിറുൻ, അല്ലാക്കിറു. റഊഫുൻ, അർറഊഫു. സായ് സഈമുൻ, അസ്സഈമു. സീൻ സമീഉൻ, അസ്സമീഉ. ഷീന് ഷുക്കൂറുൻ, അഷുക്കൂറു. സ്വാദ് സ്വമദുൻ, അസ്വമദു. ലോദ് ലോറുൻ, അല്ലോറു. ത്വാഹിറുൻ, അത്വാഹിറു. ലാഹിറുൻ, അല്ലാഹിറു. ലാം ലത്തീഫുൻ, അല്ലത്തീഫു. നൂന് നൂറുൻ, അന്നൂറു. അപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളെ നമ്മൾ 14 അക്ഷരങ്ങൾ ഷംസിയായ അക്ഷരങ്ങളായും 14 എണ്ണത്തിനെ ഖമരിയായ അക്ഷരങ്ങളുമായിട്ട് വേർതിരിച്ചിരിക്കുന്നു.
ഷംസിയായ അക്ഷരങ്ങളോടൊപ്പം അലിഫ് ലാം ചേർന്ന് വരുമ്പോൾ ലാമിനെ നമ്മൾ സൈലൻ്റ് ആക്കിക്കൊണ്ട് അക്ഷരത്തിന് ഷെദ് കൊടുത്ത് ഉച്ചരിക്കും. എന്നാൽ ഖമരിയായ അക്ഷരത്തിനോടൊപ്പം അലിഫ് ലാം ചേർന്ന് കഴിഞ്ഞാൽ ലാമിൻ്റെ സുക്കൂനിനെ വെളിവാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഖമരിയായ അക്ഷരങ്ങളുടെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നോക്കാം. 1. അലിഫ് ലാം കൊടുത്ത് എഴുതാം. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകളെ നമ്മൾ അലിഫ് ലാം ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അബുൻ, അപ്പോൾ അലിഫ് ലാം ചേർത്ത് വരുമ്പോൾ എങ്ങനെ വരും? അൽ അബു. ബൈത്തുൻ, അൽ ബൈത്തു. ജബലുൻ, അൽ ജബലു. ഹബലുൻ, അൽ ഹബലു. ഖത്മുൻ, അൽ ഖത്മു. മനസ്സിലായല്ലോ. ഇവിടെ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്നും കൂടെ പറഞ്ഞേ. അബുൻ, അൽ അബു. ബൈത്തുൻ, അൽ ബൈത്തു. ജബലുൻ, അൽ ജബലു. ഹബലുൻ, അൽ ഹബലു. ഖത്മുൻ, അൽ ഖത്മു. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അലിഫ് ലാം ഒഴിവാക്കി എഴുതാം. നേരത്തെ അലിഫ് ലാം ചേർത്ത് എഴുതാനായിരുന്നെങ്കിൽ ഇപ്പോൾ അലിഫ് ലാം ഒഴിവാക്കി എഴുതാനാണ്. അപ്പോൾ ഇവിടെ അൽ ഐനു എന്നാണ് വേർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അലിഫ് ലാമിനെ മാറ്റിക്കളയണം. അപ്പോൾ ഐനു എന്ന വേർഡ് കിട്ടി. ഐനു എന്ന വേർഡ് എഴുതാൻ പറ്റുമോ നമുക്ക്? അതിൻ്റെ കൂടെ എന്തോ ഒന്നും കൂടി ചേർക്കണ്ടേ? എന്തായിരുന്നു? ലമ്മ തൻവീനാക്കണം നമ്മളല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഐനുൻ, ഐനുൻ എന്ന് വരും ഇവിടെ. അടുത്തത് അൽ ഖറസ്, അൽ ഖർസു. അൽ ഖർസു എന്താകും? ഖർസുൻ ആകും. അൽ ഫജ്ലു എന്താകും? ഫജ്ലുൻ. അൽ ഖലമു, ഖലമുൻ. അൽ കൻസു എന്താകും? കൻസുൻ. അപ്പോൾ മനസ്സിലായോ എന്താ എഴുതേണ്ടതെന്ന്? അപ്പോൾ എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. എഴുതിയേക്കണേ. അടുത്തത് വായിക്കാം. അലിഫ് ലാമിലെ അലിഫിൻ്റെ ചേർത്ത് വായന ശ്രദ്ധിക്കാം. അലിഫ് ലാം ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഹുവൽ വാഹിദു. ഹുവ അൽ വാഹിദു എന്നല്ല നമ്മൾ വായിക്കേണ്ടത്. ഹുവൽ വാഹിദു എന്നാണ് വായിക്കേണ്ടത്. അടുത്തത് അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യു അൽ ഖയ്യൂം എന്നല്ല വായിക്കേണ്ടത്. അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് വായിക്കേണ്ടത്. യാ മലിക്കൽ മുൽക്ക്. യാ മലിക്കൽ മുൽക്ക്. യാ മലിക്ക അൽ മുൽക്ക് എന്നല്ല, പകരം എന്താ വായിക്കേണ്ടത്? യാ മലിക്കൽ മുൽക്ക് എന്ന് വായിക്കണം. യാദൽ ജലാലി വൽ ഇക്റാം. യാദ അൽ ജലാലി വ അൽ ഇക്റാം അങ്ങനല്ല വായിക്കേണ്ടത്, അത് തെറ്റാണ്. എങ്ങനെ വായിക്കേണ്ടത്? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം ഇങ്ങനെയാണ് വായിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും കൂടെ വായിച്ചേ. ഹുവൽ വാഹിദ്, അൽ ഹയ്യുൽ ഖയ്യൂം, യാ മാലിക്കൽ മുൽക്ക്, യാദൽ ജലാലി വൽ ഇക്റാം ഇങ്ങനെയാണ് വായിക്കേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഖമരിയയുടെ അക്ഷരങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാം. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസുകളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഖമരിയയുടെ അക്ഷരങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഇപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സെൻറ്റൻസിൽ നോക്കിയേ. ഇപ്പം ആദ്യത്തേതിൽ നോക്കിയേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അവിടെ അലിഫ് ലാമിന് ശേഷം ഹ വന്നു. അതെന്താണ്? ഖമരിയായതാണ്. അപ്പോൾ അൽഹംദു എന്ന വാക്ക് എന്താണ്? ഖമരിയായ അക്ഷരങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് അൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. അത് അലിഫ് ലാമിന് ശേഷം ഐൻ വന്നു, അതും ഖമരിയായ അക്ഷരമാണ്. അപ്പോൾ ആ വേർഡും നമുക്ക് എഴുതാം. അടുത്ത അസ്സുറാത്തൽ മുസ്തഖീം. അലിഫ് ലാമിന് ശേഷം സ്വാദാണ് വന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അലിഫ് ലാമിൻ്റെ ലാമിനെ സൈലൻ്റാക്കി അക്ഷരത്തിന് ഷെദ് കൊടുത്താൽ എന്തായിരിക്കും? സൂര്യാക്ഷരമാണല്ലേ, ഷംസിയായ അക്ഷരമാണ്. അപ്പോൾ അത് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് എഴുതാൻ പറ്റത്തില്ല നമുക്ക്. എന്നാൽ നോക്കിയേ, അലിഫ് ലാമിൻ്റെ കൂടെ മീമ് വന്നു, അൽ മുസ്തഖീം എന്ന വേർഡ്. അത് നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാണ്? ലാമിന് അവിടെ സുക്കൂനുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത്
ചന്ദ്രാക്ഷരമാണ്. മീമ് ചന്ദ്രാക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ്. അതുകൊണ്ട് അൽ മുസ്തഖീം എന്ന വേർഡ് നമുക്ക് എഴുതാം. അപ്പോൾ ഇതുവരെ 3 വേർഡ് നമുക്ക് എഴുതാൻ കിട്ടി. അൽഹംദു, അൽ ആലമീൻ, അൽ മുസ്തഖീം. ഇനി അടുത്ത നോക്കിയേ, അസ്സമീഉ. അസ്സമീഉ നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാര്യം? ലാമിന് അവിടെ ചിഹ്നമില്ല. സീനിന് ഷെദ് വരികയും ചെയ്തു. അപ്പോൾ അത് ഷംസിയായതാണ്. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത നോക്കിയേ, അൽ ബസീർ. അൽ ബസീർ എന്നുള്ളതിൽ ലാമിന് അവിടെ ചിഹ്നമുണ്ട്, സുക്കൂനുണ്ട്. ശേഷം വന്നത് ഖമരിയായ അക്ഷരമാണ് ബ. അതുകൊണ്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഏതൊക്കെ എടുക്കാം? അൽഹംദു, അൽ ആലമീൻ, അൽ മുസ്തഖീം, അൽ ബസീർ. ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 2 പാഠഭാഗവും പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേഗം ചെയ്യാൻ പറ്റിയല്ലേ? ഇനി അടുത്ത സൂര്യാക്ഷരങ്ങളുടെ, അതായത് ഷംസിയായ അക്ഷരങ്ങളുടെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഷംസിയ ഖമരിയ അക്ഷരങ്ങൾ വേർതിരിച്ച് അലിഫ് ലാം കൊടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, 2 കോളവും തന്നിട്ടുണ്ട്. ഇത് ഇന്ന് ഷംസിയ ആയതാണോ ഖമരിയ ആയതാണോ എന്ന് വേർതിരിച്ച് കോളത്തിലേക്ക് എഴുതണം. ഇതിനെന്താ വേണ്ടത്? ഇതിന് നമ്മൾ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം. ഷംസിയായ അക്ഷരങ്ങൾ ഏതാണെന്നും ഖമരിയായ അക്ഷരങ്ങൾ ഏതാണെന്നും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ആക്ടിവിറ്റി സ്വന്തമായിട്ട് ചെയ്യണം. പറ്റുമല്ലേ? ഒന്നുമില്ല, അപ്പുറത്ത് പാഠഭാഗത്തിൽ പോവുക, അക്ഷരങ്ങൾ കാണാതെ പഠിക്കുക, എന്നിട്ട് ഇവിടെ വരിക. ഏത് അക്ഷരമാണോ ആദ്യത്തിൽ വരുന്നത് അത് നോക്കുക. അത് ഷംസിയായ അക്ഷരമാണെങ്കിൽ ഈ കോളത്തിൽ എഴുതണം, ഖമരിയായ അക്ഷരമാണെങ്കിൽ ഈ കോളത്തിൽ നോക്കണം. അപ്പോൾ മനസ്സിലായോ? അടുത്തത് നോക്കിയേ, മുൻപാഠങ്ങളിൽ നിന്ന് ഷംസിയ കൊണ്ടും ഖമരിയ കൊണ്ടും തുടങ്ങുന്ന 5 വാക്കുകൾ കണ്ടെത്തി അലിഫ് ലാം കൊടുത്ത് എഴുതാം. പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഷംസിയായ വാക്കുകൾ അലിഫ് ലാം ചേർത്ത് വരുന്നത് ഇവിടെയും, ഖമരിയായ വാക്കുകൾ അലിഫ് ലാം ചേർത്ത് വരുന്നത് ഇവിടെയും പാഠഭാഗത്ത് നിന്ന് നോക്കി തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 3, ഷംസിയായ അക്ഷരം കൊടുത്ത ഇടത്തിൽ മഞ്ഞയും ഖമരിയായ അക്ഷരം കൊടുത്ത ഇടത്തിൽ പച്ചയും കളർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കുറച്ച് മരം തന്നിട്ടുണ്ട്, പൂക്കൾ തന്നിട്ടുണ്ട്, പുൽച്ചെടികൾ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ എല്ലാം ഓരോ അക്ഷരങ്ങളും തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കണ്ടെത്തി ഇവിടെ നിന്ന് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും അല്ലേ? ഷംസിയായ അക്ഷരങ്ങൾ കൊടുത്ത ഭാഗത്ത് മഞ്ഞ നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മഞ്ഞ നിറം കൊടുക്കാൻ പറ്റിയത് എവിടേക്കായിരിക്കും? പൂക്കൾക്കായിരിക്കും അല്ലേ? അപ്പോൾ ത്വാ എന്നത് ഷംസിയായ അക്ഷരത്തിൽ പെട്ടയാണ്, അതുകൊണ്ട് അവിടെ കളർ ചെയ്യാം. നൂന് ഷംസിയായ അക്ഷരമാണ്, അതുകൊണ്ട് കളർ ചെയ്യാം. ലാമ് മഞ്ഞ നിറം കൊടുക്കാം, എന്താ? ഷംസിയായ അക്ഷരമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് സ്വാദ് ഷംസിയായ അക്ഷരമാണ്, അതുകൊണ്ട് ഈ പൂവിനും. സീന് ഷംസിയ ആയതുകൊണ്ട് ഇതിനും. അതുപോലെ തന്നെ ദാല് ഷംസിയ ആയതുകൊണ്ട് അവിടെയും മഞ്ഞ നിറം കൊടുക്കാം നമുക്ക്. ഇനിയുള്ളത് ബാക്കിയുള്ള അക്ഷരങ്ങൾ എന്ത് നിറമായിരിക്കും? പച്ച നിറമാണ് കൊടുക്കേണ്ട. കാര്യം ഇതെല്ലാം ഖമരിയായ അക്ഷരങ്ങളിൽ പെടുന്നതാണ്. കാഫ്, ഖാഫ്, ഐന്, ഹ, ഹ, യ, മീം. ഇതിത്രയും ഖമരിയായ അക്ഷരങ്ങളിലാണ് പെടുന്നത്, അതുകൊണ്ട് അതിന് പച്ച കളറ് കൊടുക്കാം. അപ്പോൾ പൂക്കൾക്കെല്ലാം മഞ്ഞ നിറം, ഇലകൾക്കെല്ലാം പച്ച നിറം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. വായിക്കാം, എഴുതാം. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, ഇതിത്രയും വായിക്കുക, അതുപോലെ തന്നെ താഴെ കോപ്പി ചെയ്ത് എഴുതുക. ഇതുപോലെ എഴുതാൻ ശ്രദ്ധിക്കണം, അപ്പോൾ നമ്മുടെ കൈയക്ഷരം നന്നാവും. നോക്കിയേ, ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അടുത്തത്, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനു. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ. ഓക്കെ, അടുത്തത്, അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഇനി ഇത് കോപ്പി ചെയ്ത് എഴുതുകയും ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇതോടുകൂടി ഈ 2 പാഠഭാഗത്തിലെയും ആക്ടിവിറ്റിയും പാഠഭാഗവും ഒക്കെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.